വാർത്തയിലേക്ക് വിശദമായി. മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം നൽകുന്നതിനുള്ള ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ബില്ലിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സംവരണത്തിന് വ്യവസ്ഥ ചെയ്യുന്നു. അതിനിടെ പ്രതിപക്ഷ എതിർപ്പുകൾ അവഗണിച്ച് പൌരത്വ ബിൽ ലോക്സഭ പാസാക്കി. His main aim is to get the social justice. He was in the Congress first. He's a Congress president also. When they treated in the many conferences upper caste and lower caste different way, how they treated, served the food, he got angry. First, we want social justice, not the freedom of this country. First, like that he said. That is why he found this the Dravidian movement and fought for the reservation for the. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ്, പൌരത്വ ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംവരണ ബില്ലും ചർച്ചയ്ക്കെടുത്തിരിക്കുന്നു. ഏത് രീതിയിലുള്ള ചർച്ചകളാണ് പാർലമെന്റിൽ പുരോഗമിക്കുന്നത്? സാമ്പത്തിക സംവരണ ബില്ലുമേലുള്ള ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. താവർചന്ദ് ഗെഹ്ലോട്ട് സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ഈ ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ബില്ല് അവതരണ വേളയിൽ മന്ത്രി പറഞ്ഞത് ഇത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ വികസനത്തിന്റെ ഭാഗമായാണ് ഇങ്ങനെയൊരു ബിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നാണ്. പിന്നീട് കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചത് കെ വി തോമസ് എം പി ആയിരുന്നു. 2014 തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ 10 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് സർക്കാരിന്റെ കാലാവധി അവസാനിക്കുകയാണ്. എവിടെ യുവാക്കൾക്ക് തൊഴിൽ നൽകിയ സർക്കാർ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. പിന്നീട് അരുൺ ജെയ്റ്റ്ലിയാണ് സഭയിൽ സംസാരിച്ചത്. അദ്ദേഹമാകട്ടെ 2014 കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. അതായത് അധികാരത്തിൽ വരികയാണ് എങ്കിൽ സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസ് ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്. ഇക്കാര്യം മറന്നുപോകരുത് എന്ന് അരുൺ ജെയ്റ്റ്ലി സഭയിൽ പറഞ്ഞപ്പോൾ നേരിയ തോതിൽ പ്രതിപക്ഷാംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വിയോജിപ്പുണ്ടായി. ഏറ്റവും ഒടുവിൽ അണ്ണാ DMK നേതാവ് തമ്പിദുരൈ സംസാരിക്കുമ്പോൾ സാമൂഹ്യനീതി ഉറപ്പുവരുന്ന സംവരണമാണ് വേണ്ടത്, സാമ്പത്തിക സംവരണമല്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു. സർക്കാരിനെതിരായ ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ CPIM പോളിറ്റ് ബ്യൂറോ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണിത് എന്ന ആക്ഷേപമായിരുന്നു CPIM പോളിറ്റ് ബ്യൂറോ ഉന്നയിച്ചത്. നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ വിയോജിപ്പുകൾക്കിടെയാണ് അസം പൗരത്വ ബില്ലിന് പാർലമെന്റ് ലോക്സഭ അംഗീകാരം നൽകിയത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറുന്ന ഹിന്ദു, ക്രൈസ്തവ, ജൈന മതവിഭാഗങ്ങളിൽപ്പെട്ട 6 മതവിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് പൗരത്വം നൽകുന്ന ബില്ലാണ് പാസ്സാക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ ബില്ലും ഇന്ന് സഭ പാസാക്കി. കേരളത്തിൽ നിന്നുള്ള MPമാർ വലിയ വിയോജിപ്പാണ് ഈ തൊഴിലാളി സംഘടനാ ഭേദഗതി ബില്ലിന്മേൽ രേഖപ്പെടുത്തിയത്. മോദി സർക്കാർ തൊഴിൽ സാഹചര്യങ്ങളെ അസ്ഥിരപ്പെടുത്തുകയും തകർക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന് കേരളത്തിൽ നിന്നുള്ള MPമാർ ലോക്സഭയിൽ പറയുകയും ചെയ്തു. ദിവ്യ. ശരി, കെ പി അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നതാണ് സംവരണ ബില്ലെന്ന് കെ വി തോമസ് MP ലോക്സഭയിൽ പറഞ്ഞു. ബില്ല് മനസ്സിലാക്കാൻ പോലും സമയം ലഭിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. You understand where we are now. We saw this bill only today. We didn't have the time even to go through the entire points in the bill. Madam, this is something you are butchering Indian democracy. You are butchering Indian democracy. പൌരത്വ ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ വിവേചനത്തെ നിയമവിധേയമാക്കാനുള്ള നിയമനിർമ്മാണത്തിനാണ് ശ്രമിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. ലോക്സഭയിൽ ബില്ലിന്മേൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. First amendment of the same constitution to protect the citizen of this country, the same constitution being amended to discriminate them. In that way, it is a black day in the history of this secular nation. There is no doubt about that. When you mention സാമ്പത്തിക സംവരണം പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തെ ബാധിക്കില്ലെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ. യുവാക്കൾക്ക് നീതി ഉറപ്പുവരുത്തുന്നതാണ് നീക്കം. തീരുമാനം ചരിത്രപരമാണെന്നും അമിത്ഷാ പറഞ്ഞു. ये आरक्षण 50% की सीमा से ज्यादा होगा. 10% आरक्षण इन युवाओं के लिए रखा जाएगा. और जहां तक मेरिट का सवाल है, शिक्षा में 10% सीटें बढ़ाने का भी निर्णय किया गया है, जिससे मेरिट्स वाले स्टूडेंट को भी नुकसान नहीं होगा. SC, ST और OBC का जो 50% आरक्षण है उसको एज इट इज रखते हुए ये गरीब परिवार के युवाओं को जो आरक्षण का तोहफा भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने दिया है, उससे उनके लिए उनके सुनहरे भविष्य का एक दरवाजा खुला है.
സാമ്പത്തിക സംവരണത്തിനുള്ള കേന്ദ്ര ബിൽ രാഷ്ട്രീയതന്ത്രം മാത്രമെന്ന് CPM പോളിറ്റ് ബ്യൂറോ. തിടുക്കത്തിൽ കേന്ദ്ര മന്ത്രിസഭ തീരുമാനമെടുത്തതിലൂടെ തൊഴിലവസരങ്ങൾ ഒരുക്കുന്നതിൽ മോദി സർക്കാരിന്റെ പരാജയം തുറന്നുകാട്ടപ്പെട്ടു. മണ്ഡൽ കമ്മീഷൻ കാലം മുതൽ തന്നെ സാമ്പത്തിക സംവരണം ആവശ്യപ്പെടുന്ന പാർട്ടിയാണ് CPM. വരുമാന പരിധി 8 ലക്ഷം രൂപയെന്നതടക്കമുള്ള മാനദണ്ഡങ്ങൾ അർഹരായവർക്ക് തന്നെ സംവരണം ലഭിക്കുമോ എന്ന സംശയമുണ്ടാക്കുന്നു. തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കാത്ത സർക്കാരാണ് സംവരണം മുന്നോട്ട് വയ്ക്കുന്നത്. വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ബിൽ പാർലമെന്റിൽ കൊണ്ടുവരാവൂ എന്നും PB വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പണിമുടക്കിൽ വലഞ്ഞ് ജനം. BMS ഇതര തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ കേരളത്തിൽ ജനജീവിതം സ്തംഭിച്ചു. KSRTC സർവീസ് നടത്തിയില്ല. സമരക്കാരുടെ പിക്കറ്റിംഗിൽ ട്രെയിൻ ഗതാഗതവും താറുമാറായി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനവും നിശ്ചലമായി. അർദ്ധരാത്രിയോടെ ആരംഭിച്ച പണിമുടക്കിന്റെ ഭാഗമായി പുലർച്ചെ 5-ന് വേണാട് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് സമരക്കാർ തടഞ്ഞു. ജനശതാബ്ദി, രപ്തിസാഗർ, തിരുവനന്തപുരം, നാഗർകോവിൽ പാസഞ്ചർ തുടങ്ങിയവയും തടഞ്ഞതോടെ ട്രെയിൻ ഗതാഗതം താറുമാറായി. വേണാട് എക്സ്പ്രസ് 1.5 മണിക്കൂറും മറ്റ് ട്രെയിനുകൾ അരമണിക്കൂറും വൈകി. സർവീസ് മുടക്കരുതെന്ന് MD ആവശ്യപ്പെട്ടെങ്കിലും KSRTCയിൽ ജീവനക്കാരും എത്തിയില്ല. പമ്പയിലേക്ക് മാത്രമാണ് സർവീസ് നടന്നത്. ഓട്ടോ, ടാക്സി തൊഴിലാളികളും പണിമുടക്കി. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തി. തലസ്ഥാന ജില്ലയിൽ സമരാനുകൂലികൾ പല സ്ഥലത്തും വാഹനങ്ങൾ തടഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. സർവീസ് സംഘടനകളും അധ്യാപക സംഘടനകളും പണിമുടക്കിയതോടെ സർക്കാർ ഓഫീസുകളിൽ അവധിയുടെ പ്രതീതിയായിരുന്നു. 4860 പേർ ജോലി ചെയ്യുന്ന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ജോലിക്കെത്തിയത് 111 പേർ മാത്രം. മന്ത്രിമാരും ഓഫീസിലെത്താതെ പണിമുടക്കിന് ഐക്യദാർഢ്യം അറിയിച്ചു. പണിമുടക്കിയ ട്രേഡ് യൂണിയനുകളുടെയും സർവീസ് സംഘടനകളുടെയും പ്രതിഷേധ മാർച്ച് തിരുവനന്തപുരത്ത് നടന്നു. 48 മണിക്കൂർ പണിമുടക്കിന്റെ ആദ്യ ദിനം സംസ്ഥാനത്ത് സമരം പൂർണ്ണമായിരുന്നു. പണിമുടക്കെങ്കിലും പ്രതീതി ഹർത്താലിന്റേതായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഫലനമുണ്ടാക്കി പൊതുപണിമുടക്ക്. ഡൽഹി അടക്കം വൻ നഗരങ്ങളിലെ വ്യാവസായിക മേഖലകളിൽ തൊഴിലാളികൾ പണിമുടക്കി. മിക്ക സംസ്ഥാനങ്ങളിലും തീവണ്ടി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. കേരളത്തിൽ പൂർണ്ണമായിരുന്നെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ ഭാഗികമായിരുന്നു പൊതുപണിമുടക്ക്. ഡൽഹിയിലെ പട്പഡ്ഗഞ്ച്, ദേശീയ തലസ്ഥാന മേഖലയോട് ചേർന്ന് കിടക്കുന്ന നോയിഡ, ഗുഡ്ഗാവ്, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കി. കൊൽക്കത്തയിൽ പലയിടത്തും ട്രെയിൻ, റോഡ് ഗതാഗതം പണിമുടക്കാനുകൂലികൾ തടഞ്ഞു. അസൻസോളിൽ CPM തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. ശ്രീരാംപൂരിൽ സമരക്കാർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അതേസമയം പലയിടത്തും സ്കൂളുകളും സർക്കാർ ഓഫീസുകളും തുറന്നു പ്രവർത്തിച്ചു. ഒഡീഷയിൽ തൊഴിലാളികൾ ദേശീയപാത സ്തംഭിപ്പിച്ചു. അസമിലും ബീഹാറിലും തൊഴിലാളികൾ പ്രകടനം നടത്തി. മുംബൈയിൽ ബസ് ജീവനക്കാർ പണിമുടക്കിൽ അണിചേർന്നത് ഓഫീസുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു. ബംഗളൂരുവിൽ പണിമുടക്ക് ഭാഗികമായിരുന്നു. ഹർത്താലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇടത്-MPമാർ പാർലമെന്റിൽ ധർണ നടത്തി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ദേശീയ പണിമുടക്ക് ശബരിമല തീർത്ഥാടകരെയും ബാധിച്ചു. ട്രെയിൻ മാർഗമെത്തിയ തീർത്ഥാടകരാണ് പണിമുടക്കിൽ വലഞ്ഞത്. അതേസമയം പമ്പയിലേക്കുള്ള KSRTC സർവീസുകൾ സാധാരണ നിലയിലായിരുന്നു. നിലയ്ക്കലും പമ്പയിലും ഇന്നലെ എത്തിയ തീർത്ഥാടകർ പുലർച്ചെ ദർശനം നടത്തി. രാവിലെയുണ്ടായ തിരക്ക് വൈകിട്ടോടെ കുറഞ്ഞു. സാധാരണഗതിയിൽ മകരവിളക്ക് സീസണിലെ ഈ ദിവസങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. പലയിടത്തും ട്രെയിൻ അടക്കമുള്ളവ തടഞ്ഞ സാഹചര്യത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് യാത്ര തുടങ്ങിയ തീർത്ഥാടകർ വഴിയിൽ ബുദ്ധിമുട്ടി. KSRTC പമ്പയിലേക്കുള്ള സർവീസുകൾ സാധാരണ നിലയിൽ നടത്തി. തീർത്ഥാടകർ സഞ്ചരിച്ച സ്വകാര്യ വാഹനങ്ങളെ പണിമുടക്ക് ബാധിച്ചില്ല. എന്നാൽ നിലയ്ക്കലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ തിരക്ക് ഇന്ന് അനുഭവപ്പെട്ടില്ല. ബാധിച്ചിട്ടുണ്ട്. കടകളെല്ലാം തുറന്നിരുന്നു. ഭക്ഷണ കാര്യങ്ങളെല്ലാം പ്രശ്നമില്ലായിരുന്നു. நம்ம அங்கிருந்து வந்த சன்னிதானத்தை முடிச்சாச்சு, ഒന്നും പ്രശ്നമില്ല. 22 കൊല്ലത്തിൽ വെച്ച് ഇതാണ് ക്യൂ കുറവായിട്ട്, പടിയിലൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നാളെയും പണിമുടക്ക് തുടരുന്നതിനാൽ മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ കൂടുതലായും
മകരവിളക്കിനോട് അടുത്ത ദിവസങ്ങളിലാകും ദർശനത്തിനെത്തുക. പണിമുടക്കിന്റെ ഭാഗമായി പലയിടത്തും തീവണ്ടികൾ തടഞ്ഞത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരെ വലച്ചു. അതേസമയം KSRTC സർവീസുകൾ ഇവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്തു. സന്നിധാനത്ത് നിന്ന് ക്യാമറമാൻ പ്രവീൺ നെല്ലിമൂടിനൊപ്പം ജോയ് നായർ, ന്യൂസ് 18. സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ ജീവപര്യന്തം വരെ തടവും പിഴയും ശിക്ഷ നൽകുന്ന നിയമം പ്രാബല്യത്തിൽ. മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. ശിക്ഷാ നടപടികൾക്ക് വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വിലക്കുന്നതിനും നിയമമായി. ഹർത്താലുകളുടെയും വർഗീയ സംഘർഷങ്ങളുടെയും മറവിൽ സ്വകാര്യ സ്വത്ത് നശിപ്പിച്ചാൽ തടവ് ശിക്ഷ നൽകാവുന്ന നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നു. ഇന്നലത്തെ പ്രത്യേക മന്ത്രിസഭായോഗം പാസാക്കിയ ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകി. സ്വകാര്യ സ്വത്തുക്കൾക്ക് നാശമുണ്ടാക്കിയതായി തെളിഞ്ഞാൽ 5 വർഷം വരെ തടവും പിഴയും വിധിക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. സ്ഫോടക വസ്തുക്കളോ തീയോ ഉപയോഗിച്ച് നാശമുണ്ടാക്കുന്നവർക്ക് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാം. കുറ്റാരോപിതർക്ക് ജാമ്യം നൽകുന്നതിനും കർശന വ്യവസ്ഥകളുണ്ട്. പ്രോസിക്യൂഷന്റെ ഭാഗം കൂടി കേട്ട ശേഷം നഷ്ടത്തിന്റെ പകുതി തുക കെട്ടിവച്ചാലേ ജാമ്യം ലഭിക്കൂ. ശിക്ഷാ നടപടികൾക്ക് വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം തടയുന്ന ഓർഡിനൻസിലും ഗവർണർ ഒപ്പിട്ടു. ഇതിനായി കേരള പോലീസ് ആക്ടിലെ 101(6) വകുപ്പ് ഭേദഗതി ചെയ്തു. ശിക്ഷാ നടപടികൾ പ്രമോഷന് തടസ്സമായി പരിഗണിക്കരുതെന്നാണ് 101(6) വകുപ്പ് പറയുന്നത്. സർക്കാർ സർവീസ് ചട്ടപ്രകാരം അന്വേഷണമോ അച്ചടക്ക നടപടിയോ നേരിടുന്ന ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകില്ല. എന്നാൽ പോലീസിൽ ഇത് ഇതുവരെയും നടപ്പാക്കിയിരുന്നില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. കേന്ദ്രത്തിന് തിരിച്ചടി. അലോക് വർമ്മ വീണ്ടും CBI തലപ്പത്ത്. അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി സുപ്രീം കോടതി റദ്ദാക്കി. വർമ്മയ്ക്കെതിരായ പരാതികൾ ഒരാഴ്ചക്കകം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സെലക്ഷൻ സമിതി പരിശോധിക്കണം. സെലക്ഷൻ സമിതി തീരുമാനം വരുന്നതുവരെ അലോക് വർമ്മ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ലെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. CBI ഡയറക്ടർ അലോക് വർമ്മയെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ച് നാഗേശ്വർ റാവുവിന് താൽക്കാലിക ചുമതല നൽകിയ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിന്റെ ഉത്തരവാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. CBI ഡയറക്ടർക്കെതിരായ പരാതികളിൽ പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവരുൾപ്പെട്ട സെലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനമെടുക്കേണ്ടത്. വിനീത് നാരായൺ കേസിലെ വിധിയിലും ഡൽഹി സ്പെഷ്യൽ പോലീസ് നിയമത്തിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതായി കോടതി ചൂണ്ടിക്കാട്ടി. ഒരാഴ്ചക്കുള്ളിൽ യോഗം ചേർന്ന് വർമ്മയ്ക്കെതിരായ ആക്ഷേപങ്ങൾ സെലക്ഷൻ കമ്മിറ്റി പരിശോധിക്കണം. In accordance with the directions of the court, obviously they will be complied with. And the government would act in the same manner. സമിതി തീരുമാനം വരുന്നതുവരെ അലോക് വർമ്മ നയപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കരുത്. Unfortunately and strangely, he has been restrained, from taking major policy decisions. അലോക് വർമ്മയ്ക്കെതിരായ നടപടി താൽക്കാലികമാണെന്ന കേന്ദ്ര സർക്കാർ വാദം കോടതി അംഗീകരിച്ചില്ല. സെലക്ഷൻ കമ്മിറ്റിയുടെ ശുപാർശയില്ലാതെ CBI ഡയറക്ടർക്കെതിരെ താൽക്കാലിക നടപടി പോലും സാധ്യമല്ലെന്ന് കോടതി വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അവധിയിലായതിനാൽ ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌളാണ് ചീഫ് ജസ്റ്റിസ് എഴുതിയ വിധി വായിച്ചത്. ജനുവരി 31 വിരമിക്കുന്നതിന് മുമ്പ് പൂർണ്ണ അധികാരങ്ങളോടെ ഒരു ദിവസമെങ്കിലും അലോക് വർമ്മയ്ക്ക് CBI ഡയറക്ടർ സ്ഥാനത്തിരിക്കാനാകുമോ? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള നിയമന സമിതിയുടെ തീരുമാനമാണ് ഇനി നിർണായകമാവുക. ഡൽഹിയിൽ നിന്നും M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. നട്ടപ്പാതിരിക്ക് നടത്തിയ പുറത്താക്കൽ നടപടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനാകെ നാണക്കേടായ തിരിച്ചടിയായിരിക്കുന്നത്. റഫേൽ അന്വേഷണം അട്ടിമറിക്കാനായിരുന്നു അലോക് വർമ്മയെ പുറത്താക്കിയതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രധാനമന്ത്രിക്ക് നേരെ തന്നെയാണ് ഈ ആരോപണം വിരൽ ചൂണ്ടുന്നത്. CBIയിലെ അധികാര തർക്കത്തിനപ്പുറം കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇടപെടലായിട്ടാണ് അലോക് വർമ്മയെ പുറത്താക്കിയ നടപടി വിലയിരുത്തപ്പെട്ടിരുന്നത്. റഫാൽ അഴിമതി അന്വേഷണം മുടക്കാനാണ് നടപടിയെന്ന ആരോപണം ഉയർന്നത് ഈ പശ്ചാത്തലത്തിലായിരുന്നു. സുപ്രീം കോടതി വിധി സർക്കാരിന് കനത്ത തിരിച്ചടിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് വർഷം പ്രതിപക്ഷത്തിന് പ്രധാനമന്ത്രിയെ തന്നെ കടന്നാക്രമിക്കാനുള്ള വജ്രായുധമാണ് വീണുകിട്ടിയിരിക്കുന്നത്. क्यों निकाला? क्योंकि CBI के चीफ राफेल पे इंक्वायरी शुरू करना चाह रहे थे. अब CBI चीफ रीइंस्टेट हो गए हैं, तो थोड़ा तो न्याय मिला. अब देखते हैं आगे क्या होता है. ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാർ അതിരുവിട്ട് നിയന്ത്രിക്കാനും കടന്നാക്രമിക്കാനും ശ്രമിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് വിധി കരുത്തുപകരും. CBI തലപ്പത്ത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള അലോക് വർമ്മയ്ക്ക് നയപരമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തുടരന്വേഷണങ്ങൾക്കോ പുതിയ അന്വേഷണങ്ങൾക്കോ ഉത്തരവിടാനാകില്ല എന്നത് സർക്കാരിന് ആശ്വാസമാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി. റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രി പണം കൈപ്പറ്റിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഈ പണം സുഹൃത്തുക്കൾക്ക് കൈമാറിയെന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നു. Please tell the country when Mr. Narendra Modi bypassed the old Rafale deal, did the Air Force, did the Defence Ministry raise an objection? That's my question. I'm expecting a yes-no answer. The Defence Minister is not able to give one. Neither is the Prime Minister. The nation is going to 100% know that Narendra Modi has taken 30,000 crore rupees of the people's money and given it to his friend Anil Ambani. 100% without shadow of doubt, the nation will know this. Thank you. വാർത്തയിലേക്ക് വീണ്ടും. അയോധ്യ കേസ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ട് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനം. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വ്യാഴാഴ്ച ഹർജികളിൽ വാദം കേൾക്കും. കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടെന്ന മുൻ ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണ് നടപടി. അയോധ്യയിലെ തർക്കഭൂമി 3ആയി വിഭജിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരായ 14 അപ്പീലുകളാണ് ഭരണഘടനാ ബെഞ്ച് വ്യാഴാഴ്ച പരിഗണിക്കുക. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്ക് പുറമെ ജസ്റ്റിസുമാരായ എസ് എ ബോബ്ഡെ, എൻ വി രമണ, യു ലളിത്, ഡി വൈ ചന്ദ്രചൂഡ് എന്നിവരാണ് ബെഞ്ചിലെ അംഗങ്ങൾ. ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസ് പരിഗണിക്കുന്നത് നിലവിലെ ചീഫ് ജസ്റ്റിസിനൊപ്പം ഭാവിയിൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന ജഡ്ജിമാരാണെന്നത് ശ്രദ്ധേയം. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആരാധനയ്ക്കായി പള്ളി അനിവാര്യമല്ലെന്ന ഇസ്മായിൽ ഫറൂഖി കേസിലെ ഭരണഘടനാ ബെഞ്ച് വിധി വിശാല ബെഞ്ചിന് വിടണമെന്ന ആവശ്യം ഭൂരിപക്ഷ വിധിയിലൂടെ ദീപക് മിശ്ര അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു. അപ്പീലുകൾ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വന്നതോടെ ഉൾപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ വിഷയങ്ങളും കോടതി പരിശോധിക്കാൻ വഴിയൊരുങ്ങി. വ്യാഴാഴ്ച ഹർജികൾ പരിഗണിക്കുമ്പോൾ അന്തിമവാദം എപ്പോൾ തുടങ്ങുമെന്ന് കോടതി വ്യക്തമാക്കും. രാമക്ഷേത്ര നിർമ്മാണത്തിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ സംഘപരിവാർ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേസിൽ വിധിയുണ്ടാകുമോ എന്നത് പ്രധാനമാണ്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നവംബറിൽ വിരമിക്കുന്നതിനാൽ ഈ വർഷം വിധി ഉണ്ടാകുമെന്നുറപ്പ്. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. രാഷ്ട്രീയ വിവാദമായി കൊല്ലം ബൈപ്പാസ്. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യമന്ത്രി പിണറായി വിജയനെ ബൈപ്പാസ് ചെയ്തതായി ആരോപണം. ബിജെപിയുമായുള്ള ഒത്തുകളിയിലൂടെ ഭാഗമായാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ഇടപെടലെന്നാണ് സിപിഎം ഉയർത്തുന്ന ആക്ഷേപം. ഈ മാസം 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യും. കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. ഫെബ്രുവരി 2-ന് ഉദ്ഘാടനം തീരുമാനിച്ച സംസ്ഥാന സർക്കാരിനെ മറികടന്ന് എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുവെന്നാണ് സിപിഎമ്മിന്റെ ആരോപണം. ഇത് എൻ കെ പ്രേമചന്ദ്രനും ബിജെപി നേതാക്കളുമായുള്ള ധാരണ പ്രകാരമാണെന്നും സിപിഎം ആരോപിക്കുന്നു. പഴയകാലത്ത് തുടങ്ങിവെച്ച ബിജെപിയുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ ശക്തിയായ നിലയിൽ കൊണ്ടുപോകുന്ന നിലയിലത്തേക്കാണ് ബിജെപി നേതാക്കന്മാരുടെ താൽപര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെടാതെ കൊല്ലത്തെ എം പി ബന്ധപ്പെട്ടിട്ടുള്ളൂ. 4 പതിറ്റാണ്ടിലധികം പഴക്കമുള്ള കൊല്ലം ബൈപ്പാസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് LDF ആണെന്നും അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനാണ് എൻ കെ പ്രേമചന്ദ്രൻ ശ്രമിക്കുന്നതെന്നും സിപിഎം ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പ്രേമചന്ദ്രനെതിരെ ബൈപ്പാസ് വിവാദം പ്രചരണായുധമാക്കാനും സിപിഎം ലക്ഷ്യമിടുന്നു. എന്നാൽ പ്രധാനമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ല. അദ്ദേഹം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിന്നെ ഇനി അവിടെ ലൈറ്റിന്റെ കാര്യമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്രധാനമന്ത്രി ആഗ്രഹം പഠിപ്പിച്ചാൽ പിന്നെ മാറ്റിവെക്കേണ്ട കാര്യമില്ലല്ലോ. ജനുവരി 15-ന് വൈകിട്ട് 5:30-ക്കാണ് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം. ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം പിയാണ് മാധ്യമങ്ങളെ ആദ്യം അറിയിച്ചത്. ന്യൂസ് 18, കൊല്ലം. 2 യുവതികൾ ശബരിമല കയറിയതിനു പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ഹൈക്കോടതി. യുവതികൾക്ക് മല കയറാൻ പ്രത്യേക പോലീസ് സുരക്ഷ ഒരുക്കുന്നതിനെ എതിർത്ത് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. യുവതീ പ്രവേശനത്തെ തുടർന്നുണ്ടായ അക്രമങ്ങളിൽ മുൻ DGP സെൻകുമാർ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. യുവതികൾക്ക് ശബരിമല പ്രവേശനത്തിന് പ്രത്യേക പോലീസ് സുരക്ഷ ഒരുക്കുന്നതിനെ എതിർത്താണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. യുവതി പ്രവേശനത്തെ എതിർക്കുന്നവർ പമ്പയിലും സന്നിധാനത്തും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് ഏറിവരുന്ന ഘട്ടത്തിൽ യുവതികൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുന്നത് പോലീസിന് വെല്ലുവിളിയാകുമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് യുവതികളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ യുവതികൾ എത്തിയത്
നൽകിയതെന്ന് കോടതി ആരാഞ്ഞു. സർക്കാരിന് അജണ്ട ഉണ്ട് എന്ന് പറയുന്നില്ല, എന്നാൽ അജണ്ട ഉള്ളവരെ തിരിച്ചറിയാൻ കഴിയണമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കരുതെന്ന ഉത്തരവ് പോലീസ് എന്തടിസ്ഥാനത്തിലാണ് ലംഘിച്ചതെന്നും കോടതി ചോദിച്ചു. ഇക്കാര്യത്തിൽ രേഖാമൂലം വിശദീകരണം നൽകാൻ കോടതി പോലീസിന് നിർദ്ദേശം നൽകി. ശബരിമല ആർക്കും പ്രതിഷേധിക്കാനുള്ള വേദിയല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. യുവതി പ്രവേശനത്തെ തുടർന്നുണ്ടായ അക്രമങ്ങളിലെ നഷ്ടം കർമ്മസമിതി നേതാക്കളിൽ നിന്നും ഈടാക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ മുൻ DGP TP സെൻകുമാർ, PSC മുൻ ചെയർമാൻ KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഹൈക്കോടതി വിശദീകരണം തേടി. പമ്പയിലേക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് അനുവദിക്കുന്നതിൽ സർക്കാർ ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. 2 ദിവസത്തിനകം തീരുമാനമെടുത്തില്ലെങ്കിൽ കോടതി ചിലവ് പിഴയൊടുക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 കൊച്ചി. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന് കന്യാസ്ത്രീക്കെതിരെ പ്രതികാര നടപടി. മാനന്തവാടി രൂപതയിലെ സിസ്റ്റർ ലൂസി കളപ്പുരയ്ക്കാണ് മദർ ജനറൽ നോട്ടീസ് നൽകിയത്. നാളെ ആലുവയിലെ മഠത്തിലെത്തി നേരിട്ട് വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. സമരത്തിൽ പങ്കെടുത്തതും സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതും സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതിനും ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിനും വിശദീകരണം നൽകണം. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കന്യാശ്രീ ലൂസി കളപ്പുരയ്ക്ക് സന്യാസിനി സമൂഹമായ FCC കോൺഗ്രിഗേഷൻ മദർ ജനറൽ നോട്ടീസ് നൽകിയത്. സിസ്റ്റർ ലൂസി കളപ്പുര പുസ്തകം പ്രസിദ്ധീകരിച്ചതും പുതിയ കാർ വാങ്ങിയതും അനുമതിയില്ലാതെയാണെന്നും നോട്ടീസിൽ പറയുന്നു. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ കാനൂനിക നിയമപ്രകാരം നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പ്. സമരം സംബന്ധിച്ച് തന്റെ നിലപാടുകളിൽ മാറ്റമില്ലെന്നും വെല്ലൂരിലായിരുന്ന താൻ കഴിഞ്ഞ ദിവസം മാത്രമാണ് നോട്ടീസ് കൈപ്പറ്റിയതെന്നും സിസ്റ്റർ ലൂസി കളപ്പുര പറഞ്ഞു. ആരോഗ്യനില മോശമായതിനാൽ നാളെ ആലുവയിലെത്തി മദർ സുപ്പീരിയറിന് വിശദീകരണം നൽകില്ലെന്നും അവർ പറഞ്ഞു. ഞാൻ പോകുന്നില്ല, പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട്. ഒന്നാമത് ഞാൻ തെറ്റ് ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നേരത്തെ ഫാദർ അഗസ്റ്റിൻ വട്ടോളിയോടും സമരത്തിൽ പങ്കെടുത്തതിന് എറണാകുളം അങ്കമാലി അതിരൂപത വിശദീകരണം തേടിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് സിസ്റ്റർക്കും നോട്ടീസ് നൽകിയത്. ന്യൂസ് 18 കൊച്ചി.